Hello guys, welcome back to Alphabeard. അപ്പോൾ നമ്മൾ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഇരുട്ടി ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് സാധനം വന്നത്. ഇപ്പോൾ നമ്മളൊരു ബിയർഡ് സ്ട്രൈറ്റ്നറാണ് മേടിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോഴും ഒരുപാട് റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എങ്ങനെ ബിയർഡ് സ്ട്രൈറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള സംഭവം. അപ്പോൾ എൻ്റെ പഴയ ബിയർഡ് സ്ട്രൈറ്റ്നറൊക്കെ പോയായിരുന്നു. സോ പുതിയൊരെണ്ണം മേടിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് വളരെ ചീപ്പായിട്ട് ഇപ്പം ചീപ്പായിട്ടുള്ളതാണ്. കാരണം നമുക്ക് ഇതിനു വേണ്ടി അധികം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഈ ബിയർഡ് സ്ട്രൈറ്റ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ബിയർഡ് ഓയിൽ പോലുള്ള സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ അത്രയും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സാധനമൊന്നും അല്ലിത്. സോ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്താൽ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധനത്തിൻ്റെ ബോക്സ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ബോക്സിംഗ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പോലും അത്യാവശ്യം സ്പീഡിലായിട്ട് ഇതിൻ്റെ ഒരു പാക്കേജ് എനിക്ക് കിട്ടി. കാരണം ഇതിപ്പോൾ ഒരു 4 ദിവസമായതേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ട്, എന്നിട്ട് ഇത്രയും പെട്ടെന്ന് കിട്ടി. നോർമലി അങ്ങനെ കിട്ടാറില്ല, പലരും എടുക്കണ്ടോ. വലിയ കുഴപ്പമില്ലാത്ത ഒരു പാക്കേജാണ്. ഇതിൻ്റെ കമ്പനിയുടെ പേരൊക്കെ പറയുന്നത് ഫോർബ്യൂട്ട് മോഡലിംഗ് കോംബ് എന്ന് പറഞ്ഞുള്ള ഫോർബ്യൂട്ട് മോഡലിംഗ് കോംബ് സെക്കൻഡ് ജനറേഷൻ എന്നും പറഞ്ഞൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാവുന്ന ടീത്ത് കോംബ് കൺവീനിയൻറ്റ് ഇൻസ്റ്റാളേഷൻ ആൻഡ് ഡിസംബ്ലി ആൻഡ് ഈസി ടു യൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സെറാമിക് കോട്ടഡ് ഹീറ്റഡ് പ്ലേറ്റ് ആണ്. എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പുറത്ത് പറയുന്നത് നമുക്ക് നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുഴപ്പമില്ല, എൻ്റെ ഒരു ബോക്സിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ എടുക്കുകയാണെങ്കിൽ സൈഡിൽ തന്നെയാണ് കോമ്പൊക്കെ ഉള്ളത്. ഇങ്ങനെ അല്ലയോ, ഇത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് യൂസിങ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കുറെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൽ പറയുന്ന രീതിയിലൊന്നും അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. അതിൻ്റെ കാണുമ്പം ഫുള്ളി പ്ലാസ്റ്റിക് ആണ്. 2 മോഡ് കൊടുത്തിട്ടുണ്ട് അവർ യൂസ് ചെയ്യുന്നതിനായിട്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 220 വോൾട്ടിൽ ഉള്ളൊരു ബാറ്ററി ഉൾപ്പെടെയുള്ള ഒരു സാധനമാണ് വരുന്നത്. കണ്ടോ, ഇതാണ് അതിൻ്റെ. ഇതിൻ്റെ തുമ്പത്തൊരു കോമ്പും ഉണ്ട്. നമ്മൾ ഈ കോമ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഉള്ള ഒരു സെറാമിക് പ്ലേറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് അത് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാവുന്ന രീതിയിലുള്ള ഇതാണ് കൊടുക്കുന്നത്. പിന്നെ നോർമൽ ട്യൂബ് പിന്നാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് തൂക്കിടാൻ വേണ്ടിയുള്ളൊരു ഇതൊക്കെ ഉണ്ട്, ഹോൾഡറൊക്കെ ഉണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 1 മീറ്റർ നീളമുള്ള ഒരു വയറും ഉണ്ട് സാധനത്തിൻ്റെ. സാധനം കാണാൻ വേണ്ടി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. ഇത് ഞാൻ മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 390 ആ ഒരു റേഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ യൂസർ റിവ്യൂവും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ബോക്സിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് പെർഫെക്റ്റ് ആണ്, നല്ല ഒരു ബോക്സിങ്. സാധനത്തിൻ്റെ ലുക്കും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റഡ് കാര്യങ്ങൾ കുഴപ്പമില്ല, സെറാമിക് പ്ലേറ്റഡ്. ഇറ്റ്സ് ഗുഡ്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഫ്ലിപ്കാർട്ടിൻ്റെ വളരെ നല്ലൊരു അവരുടെ കൊണ്ട് തരുന്നതും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു, കൃത്യമായിട്ടുള്ള സമയത്ത് എത്തിച്ചു. അപ്പോൾ അതിനും ഒരു അപ്രീസിയേഷൻ നൽകുകയാണ് ഫ്ലിപ്കാർട്ടുകാർക്ക്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇത് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു 10 മിനിറ്റോ അടുപ്പിച്ച് കുത്തി ഇട്ടിട്ട് വേണം ഇത് ഹീറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നത്തില്ല, കാരണം ഇതൊരു പ്ലേറ്റ് ചൂടാവുന്നത് മാത്രമാണ്. പിന്നെ അത് ഒരു എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഇത് കോമ്പ് ഇളക്കിയതിന് ശേഷം ഇത് യൂസ് ചെയ്യരുത്, കാരണം പൊള്ളും, ഉറപ്പായിട്ടും പൊള്ളും. അങ്ങനെ ഒരു കാര്യം മാത്രമാണ് അവരതിനകത്ത് അധികമായിട്ട് നമുക്ക് പ്രിക്കോഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ ഇത് ഞാൻ അങ്ങനെ മുടി യൂസ് ചെയ്യാൻ വേണ്ടി അതല്ല, ജസ്റ്റ് താടി ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ഒന്ന് മേടിച്ചു. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. കാരണം അൺബോക്സിങ് എപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.